നമസ്കാരം. ബെഞ്ചമിൻ നെതന്യാഹു എന്തുകൊണ്ടാണ് ഇത്രയധികം യുദ്ധം ഈ അടുത്ത കാലത്ത് വലിയ യുദ്ധക്കുതിയനായി നിൽക്കുന്നത്? നെതന്യാഹു സത്യത്തിൽ മൂന്ന് വലിയ കേസുകൾ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വലിയ കേസുകളിൽ പെട്ടിരിക്കുകയാണ്. മൂന്ന് കേസുകൾ നെതന്യാഹുവിനെതിരെ, അഴിമതി കേസുകൾ ഇസ്രായേലിലുണ്ട്. ആ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി താൻ രാജ്യത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ്, രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും വെടിയാൻ കാത്തു നിൽക്കുന്ന ആളാണ് എന്ന നിലയിലൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്, അവിടുത്തെ ജനങ്ങളോട് കാണിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കാണിക്കുക. ഇത് മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിന് സ്വൈര്യ ജീവിതത്തിന് ഓട്ടം സംഭവിപ്പിക്കുക, അവരെ കൊല്ലുക, കൊന്നൊടുക്കുക, അവരുടെ ജീവിതം ദുരന്തമാക്കുക, മറ്റു രാജ്യങ്ങളെ ആ വിധത്തിൽ അവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തി ആ ദുരന്തം സ്വന്തം നാട്ടുകാർക്കും സ്വന്തം ഭരണകൂടത്തിനും കാണിച്ചുകൊണ്ട്, കണ്ടോ ശത്രുക്കളെ താൻ ഇങ്ങനെയൊക്കെയാണ് ശത്രുക്കളോട് പെരുമാറുന്നത്, അത് തനിക്ക് മാത്രമേ പറ്റൂ എന്ന് കാണിച്ചുകൊണ്ട് തൽക്കാലം തടി രക്ഷിക്കുക. ഈ ഒരു കുതന്ത്രമാണ് സത്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേസുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല് നെതന്യാഹു കുടുംബവും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ചില ബിസിനസ് പ്രമുഖരിൽ നിന്ന് കൈപ്പറ്റി എന്നതാണ്. വെറും സമ്മാനമല്ല, $2 ലക്ഷം ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിലുള്ള പ്രമുഖന്മാരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത്. ബോളിവുഡ് നിർമ്മാതായിട്ടുള്ള അനോൺ മിച്ചല്, ഓസ്ട്രേലിയൻ ബിസിനസ്സുകാരായിട്ടുള്ള ജെയിംസ് പാർക്കർ എന്നിവരിൽ നിന്ന് $2 ലക്ഷം വില വരുന്ന സിഗാറ്, ഷാമ്പയിന്, മറ്റാഭരണങ്ങള് പണമായിട്ട് ഒക്കെ ഇദ്ദേഹം സ്വീകരിച്ചു, പണമായി വാങ്ങിയെന്നാണ്. പകരമായി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തു കൊടുത്തത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാധികാര രാജ്യമായിട്ടാണ് ഇസ്രായേലിനെ കണക്കൂട്ടുന്നത്. അവിടെ ചില നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ആ സംവിധാനങ്ങളെ ഒക്കെ വഴിവിട്ട് അതിൽ നിന്നൊക്കെ മറികടന്നിട്ട് ഈ പറഞ്ഞവർക്കൊക്കെ സ്വൈരവിഹാരം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അതായത് രാജ്യസുരക്ഷയ്ക്ക് കോട്ടം വരുത്തുന്ന വിധത്തിൽ പെരുമാറി എന്നാണ് പറയുന്നത്. അതായത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവഞ്ചന നടത്തി. വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റമാണ്. വിശ്വാസവഞ്ചന, അഴിമതി, ഇതൊക്കെ നടത്തി എന്നതാണ് ഒന്നാമത്തെ കേസ്. സ്വന്തം രാജ്യത്തെ നിയമങ്ങൾ അറിയാലോ. രാജ്യത്തേക്ക്, ഇസ്രായേലിലേക്ക് ഏതെങ്കിലും ഒരു പൗരനെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആര് കയറിപ്പോയി കഴിഞ്ഞാലും അവന്റെ എല്ലാം പരിശോധിച്ച് ഊരി പരിശോധിച്ചിട്ട് അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. ആ സ്ഥാനത്ത് ചില സമ്പന്നർ, ചിലർ, നെതന്യാഹുവിന് താല്പര്യമുള്ള ചിലർ വന്നു കയറുമ്പോൾ അവർക്ക് മറ്റു ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ സത്യത്തിൽ അവരുടെ രാജ്യ സുരക്ഷയ്ക്കാണ് കോട്ടം സംഭവിച്ചിട്ടുള്ളത്. എന്തൊക്കെ സംഭവിച്ചു എന്ന് ഉടനെ തമ്പുരാൻ അറിയാം. ഏതായാലും അത് ഒരു വലിയ കുറ്റമായി അവിടെ നിലനിൽക്കുന്നു. വിചാരണയിലാണ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ പണി കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ കേസ് ഇസ്രായേലിലെ ഒരു പ്രമുഖ പത്രം യെദിയോട്ട് അഹറോനോട്ട്, ആ പത്ര ഉടമയായിട്ടുള്ള ആർണോൺ മോസസുമായിട്ട് നെതന്യാഹു രഹസ്യ ചർച്ചകൾ നടത്തി, കൂടിക്കാഴ്ചകൾ നടത്തി, രഹസ്യ ചർച്ചകൾ നടത്തി എന്ന്. അതായത് നെതന്യാഹുവിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ നൽകുന്നതിന് പകരമായി ഇസ്രായേൽ ഹയം എന്ന പത്രത്തിന്റെ പ്രചാരം കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പത്രങ്ങൾ, നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്ത് ചില പത്രങ്ങളെ പൂട്ടാൻ, ചില ചാനലുകളെ പൂട്ടാൻ വേണ്ടി മറ്റുള്ളവർ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു പണി. ഇതേ പണി എടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് അവർക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്ന ഇസ്രായേൽ ഹയം എന്ന് പറഞ്ഞ പേപ്പർ, ആ പേപ്പറിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങൾ ചെയ്യാം, അതിനുവേണ്ടി വഴിവിട്ട് നിയമനിർമ്മാണം വരെ നടത്താമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചു, വാഗ്ദാനം ചെയ്തു. അത് ആണ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നത്. അതും അടുത്തതിന് വിശ്വാസവഞ്ചന, അഴിമതി. നോക്കൂ, ഇസ്രായേൽ പോലൊരു രാജ്യം, ആ രാജ്യത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ആ രാജ്യത്തിന്റെ നിയമം തന്നെ മാറ്റിമറിക്കാം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ലേ, വലിയ കുറ്റമല്ലേ? വെറുതെയാണോ ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കുതിയനായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നത്? മൂന്നാമത്തെ കേസാണ് ഏറ്റവും ഗുരുതരമായ കേസ്. ടെലികോം കമ്പനിയായിട്ടുള്ള ബെസെക്, അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഷാവുൽ എലോവിച്ചുമായിട്ടുള്ള ഇടപാട്. അത് കേസ് പറയുന്നത് ബെസെക് കമ്പനിക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സർക്കാർ തീരുമാനങ്ങൾ നെതന്യാഹു എടുത്തു എന്നാണ്. നേരത്തെ പത്രത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ പത്രത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ എലോവിച്ചിന്റെ ഉടമസ്ഥയിലുള്ള വല്ല ആ വാർത്താ വെബ്സൈറ്റിൽ നെതന്യാഹുവിനും കുടുംബത്തിനും അനുകൂലമായിട്ടുള്ള വാർത്തകൾ നൽകാൻ വേണ്ടി ഇടപെട്ടു. അതായത് സ്വയം പൊക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടരും നിരന്തരം പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി എന്തും ചെയ്യും. ഈ കേസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കോ ഇതെന്താ ചെറിയ കേസല്ലേ എന്നാണ് ചിന്തിക്കുക. പക്ഷെ ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞുതരാം. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അവരുടെ സുരക്ഷയെ എത്ര കണ്ട് അവർ പ്രാധാന്യം കൊടുക്കുന്നു എന്നറിയാലോ. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആ രാജ്യത്തെ തകർക്കാൻ ആവശ്യമായ രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തി കൊടുത്തു എന്ന് പറയുന്ന ചെറിയ കുറ്റമാണ്. അതായത് സ്വന്തം തല, സ്വന്തം കുടുംബം, സ്വന്തം ഫോട്ടോ, സ്വന്തം മുഖം ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തെ ഇങ്ങനെ പൊക്കി പറയാൻ
പ്രാഞ്ചിയേട്ടം കളിക്കാൻ സ്വന്തം രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ പോലും മാറ്റി എഴുതുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതായത് അപകടകരമായ വിധത്തിലേക്ക് മാറ്റി. ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ രാജ്യസുരക്ഷ അപകടപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയെ, നിയമത്തെ മാറ്റി എഴുതുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? എത്രത്തോളം സെക്യൂരിറ്റി കഴിഞ്ഞിട്ടാണ് ഒരു പൗരനും അവിടെ ചെന്ന് കയറുന്നത്? മറ്റുള്ള രാജ്യത്തെ പൗരന്മാർ നമുക്കറിയാലോ, യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാലോ. അപ്പൊ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും 1, 2, 3 വ്യക്തികൾക്ക് വേണ്ടി, അതായത് അയാളുടെ തലയും അയാളുടെ ചരിത്രവും എഴുതുന്ന പുതിയ കഥകൾ മെനഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തിന്റെ നിയമങ്ങളെ തന്നെ മാറ്റി എഴുതാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് കോടതിയിൽ കേസിരിക്കുകയാണ് 3. അതായത് കൈക്കൂലി വാങ്ങല്, അഴിമതി, വിശ്വാസവഞ്ചന, 3 കേസും. അയാൾ അടിച്ചേ പറ്റൂ. എന്ന് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം നിർത്തുന്നുവോ അന്ന് അയാൾ അകത്താവും. അത് അകത്താവും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇങ്ങനെ അടിച്ചു നീട്ടി കൊണ്ടുപോകുന്നത്. പക്ഷെ അയാളുടെ സ്വന്തം രാജ്യത്തെ വഞ്ചിച്ച്, സ്വന്തം രാജ്യത്തെ മറ്റുള്ളവർക്ക്, തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്ക് എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ കടന്നു കയറാൻ തക്കവണ്ണമുള്ള നിയമനിർമ്മാണം നടത്തിയതിന് ഗുരുതരമായ കുറ്റത്തിന് കോടതിയിൽ കേസ് വിചാരണയിൽ ഇരിക്കുന്ന ഒരാൾ താൻ ചെയ്ത കുറ്റത്തിൽ താൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വിചാരണ നീണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ജനകീയനാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചത് എന്ന് വീണ്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൊലവിളിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതം ദുരന്തത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വാസ്തവം. ഈ കേസുകളൊക്കെ തുടങ്ങിയത് 2020-ലാണ്. 2020-ൽ തുടങ്ങിയ വിചാരണ കഴിഞ്ഞ 6 വർഷമായി വിചാരണ തുടർന്നുകൊണ്ടിരിക്കുക. അതിന്റെ വിധി വരാൻ കാത്തു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നോക്കൂ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കുറച്ച് പ്രയാസം ഉണ്ടാകും. ഇപ്പോൾ യുദ്ധം ഒന്ന് കടുപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ. അതായത് ഇറാനിലൊക്കെ കയറി അടിച്ചത് അതുകൊണ്ടാണ്. പക്ഷെ ഇറാനിൽ കയറി അടിച്ചപ്പോ ഇറാൻ എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് അറിഞ്ഞില്ല. അതിൽ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ഒരു പരുവത്തിന് ഇപ്പൊ നിർത്തി വെച്ചേക്കാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം. പക്ഷെ എന്നാലും ലെബനോനുമായിട്ടും അതുപോലെ ഗസയുമായിട്ടും ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യം കട്ടപ്പുകയാണ്. Different angles. Don't forget to subscribe and support this channel.